മിക്ക ഭാര്യമാരോടും ചുറ്റുമുള്ളവരെല്ലാം ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തിനാണ് എല്ലാ കാര്യങ്ങളും ഭർത്താവിനോട് പറയുന്നത്, എന്തിനാണ് എല്ലായിടത്തും ഭർത്താവിനെ കൂട്ടി പോകുന്നത്? അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, എന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും എന്റെ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളിലും എന്റെ ഹസ്ബൻഡിന്റെ പങ്ക് വളരെ വലുതാണ്. ഈവൻ എന്റെ കൈയൊന്ന് മുറിയുകയാണെങ്കിൽ എന്റെ ബ്രെയിൻ തരുന്ന റിഫ്ലക്സ് ആക്ഷൻ എന്റെ ഹസ്ബൻഡിനെ വിളിക്കാന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഹീസ് മൈ പേഴ്സണൽ ഡോക്ടർ. പ്രത്യേകിച്ച് ഓടി വന്നൊരു ഫസ്റ്റ് എയ്ഡ് പോലും തന്നില്ലെങ്കിലും എനിക്കതൊരു സമാധാനമാണ്. രണ്ടാമതായിട്ട് എന്റെ റെസ്ക്യൂർ ആണ് എന്റെ ഹസ്ബൻഡ്. അതിപ്പോ ഞാൻ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഡ്രാമാറ്റിക് സിറ്റുവേഷൻസിൽ നിന്നാണെങ്കിലും ഒരാവശ്യമില്ലാതെ എന്തെങ്കിലും മെക്കാനിക്കൽ പരിപാടി ചെയ്ത് എന്തെങ്കിലുമൊക്കെ നശിപ്പിച്ച് വെച്ച് കഴിഞ്ഞാലും എന്റെ റെസ്ക്യൂർ എന്റെ ഹസ്ബൻഡ് തന്നെയാണ്. സ്പോർട്സ്, രാഷ്ട്രീയം, ടെക്നോളജി, ഇനി എന്റെ പ്രൊഫഷണൽ ഡൗട്ട് ആണെങ്കിൽ പോലും എന്റെ ചാറ്റ് ജിപിടിയും എന്റെ ഗൂഗിൾ സെർച്ചും എല്ലാം എന്റെ ഹസ്ബൻഡാണ്. ഒരു കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നത് തുടങ്ങി എൻ്റെ സകലമാന കണക്ക് കൂട്ടലുകളും നടത്തുന്ന എൻ്റെ സ്വന്തം കാൽക്കുലേറ്റർ കൂടെയാണ് എൻ്റെ ഹസ്ബൻഡ്. സ്വന്തമായി ശമ്പളമുണ്ടെങ്കിലും കുഞ്ഞിൻ്റെയും എൻ്റെയും പല പല കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ 24/7 യൂസ് ചെയ്യുന്ന ATM-ഉം റിസർവ് ബാങ്കും കൂടെയാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ഈ ഹസ്ബൻഡിനെ എങ്ങനെയാണ് നമ്മൾ ഒരു സ്ഥലത്ത് ഒഴിവാക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവരെ വിളിക്കാതിരിക്കുന്നത്? ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ക്വാളിറ്റിയേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റി നോക്കിയിരുന്ന ആളാണ് ഞാൻ. അതായത് 100 രൂപയ്ക്ക് 4 ടോപ്പ് എടുത്തുകൊണ്ടിരുന്ന എന്നെ ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കി ഞാൻ ഇടുന്ന ഓരോ ഡ്രസ്സും ചൂസ് ചെയ്ത് തരുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. സോ എൻ്റെ പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് കൂടെയാണ് എൻ്റെ ഹസ്ബൻഡ്. ഇനി ഞാൻ എവിടെ പോവുകയാണെങ്കിലും തിരിച്ചു വരികയാണെങ്കിലും ഞാൻ എത്രത്തോളം സേഫ് ആണെന്ന് നോക്കി ഊബറിൽ മാത്രമേ കയറാവുള്ളൂ, സേഫ് ആയിരിക്കണം എന്നെല്ലാം പറഞ്ഞു തരുന്ന എൻ്റെ ഗൂഗിൾ മാപ്പ് കൂടെയാണ് എൻ്റെ ഹസ്ബൻഡ്. എന്തിനെ എപ്പോൾ എങ്ങനെ എൻ്റെ കയ്യിൽ നിന്നും കാശ് ചെലവാക്കുന്നു എന്ന് കൃത്യമായി അനലൈസ് ചെയ്ത് ഞാൻ ഇത്ര രൂപ കൂടുതൽ ചെലവാക്കി അല്ലെങ്കിൽ ഇത്ര രൂപ കുറഞ്ഞാണ് എടുത്തത് എന്ന് കൃത്യമായി കണക്ക് കൂട്ടി എന്നെ ബോധവൽക്കരിക്കുന്ന എൻ്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കൂടെയാണ് എൻ്റെ ഹസ്ബൻഡ്. ലാസ്റ്റ് ആൻഡ് ഫൈനലി എൻ്റെ പേഴ്സണൽ സൈക്കോളജിസ്റ്റ് കൂടെയാണ് എൻ്റെ ഹസ്ബൻഡ്. കാരണം പല രീതിയിൽ പല ആംഗിളിൽ ഓവർ തിങ്ക് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എൻ്റെ മനസ്സിനെ മാനസികമായി ബുദ്ധിമുട്ടിക്കാൻ എനിക്കൊരു പ്രത്യേക കഴിവുണ്ട്. ഇങ്ങനെ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും എന്നെ മോട്ടിവേറ്റ് ചെയ്ത് പുറത്തു കൊണ്ടുവരുന്നതും എൻ്റെ ഈ ഹസ്ബൻഡ് തന്നെയാണ്. സോ ദിസ് വീഡിയോ ഈസ് ഡെഡിക്കേറ്റഡ് ടു ഓൾ ദ ഭാര്യമാസ് ഹു ഹാവിങ് എ ഹസ്ബൻഡ് ലൈക്ക് ദിസ്. സോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്